ഹായ് കൂട്ടുകാരെ, എങ്ങനെ നമുക്കിന്ന് ഒരു ലെമൺ ജ്യൂസ് ഉണ്ടാക്കാമെന്നതിനെ പറ്റിയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ലെമൺ ജ്യൂസ് ഒരു ബോട്ടിലായിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും 99.9% ലെമൺ ജ്യൂസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് മാത്രമായിട്ട് കുടിക്കുമ്പോൾ ഭയങ്കര സോറാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു നാരങ്ങ മേടിച്ച് നമ്മൾ എങ്ങനെയാണോ ലെമൺ ജ്യൂസ് പ്രിപ്പയർ ചെയ്യുന്നത് അതേപോലെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന്. അതിനുവേണ്ടി ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ടീസ്പൂൺ ചിയ സീഡ്. ഈ കണക്കുകളൊന്നും നിങ്ങൾ ശരിയാണെന്ന് വിചാരിക്കില്ല, ഇതൊക്കെ എൻ്റെ ഒരു കൈക്കണക്ക് മാത്രമാണ്. പിന്നെ അതിലേക്ക് ഞാനൊരു 2 സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്തതിന് ശേഷം വാട്ടറും കൂടി ആഡ് ചെയ്ത് ഒരു 10 to 15 മിനിറ്റ്സ് ഞാനിത് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. കാരണം കുറച്ച് നേരം വെച്ചെങ്കിൽ മാത്രമേ ചിയ സീഡ് ആ ജ്യൂസിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഒരു തിക്നെസ് പോലുള്ള കൺസിസ്റ്റൻസി ഫോം ചെയ്ത് വരത്തുള്ളൂ. നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ, ഞാനിതിനു മുമ്പ് ചിയ സീഡൊന്നും യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ഞാൻ സാധാരണ എല്ലാ ജ്യൂസിലും ഈ ചിയ സീഡ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു തിക്നെസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ, ഇവിടെ ഭയങ്കര സമ്മറാണ്. ഈ സമ്മർ സീസണിൽ ഇതുപോലുള്ള ജ്യൂസ് വെള്ളമൊക്കെ കുടിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ സ്കിന്ന് ഡ്രൈനെസ്സിനെ അവോയ്ഡ് ചെയ്ത് എപ്പോഴും ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്താനായിട്ട് പറ്റത്തുള്ളൂ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. എനിക്കറിയാം ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്, പക്ഷേ ആരും എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്യണേ കൂട്ടുകാരെ. അങ്ങനെ എൻ്റെ ലെമൺ ജ്യൂസ് ഇവിടെ റെഡിയായിരിക്കുകയാണ്. Thank you so much കൂട്ടുകാരെ for your watching my YouTube channel. Bye bye.